അല്ലല്ല ജുനേഷിനെ പറ്റി പറയുകയാണെങ്കിൽ ആരെ കല്യാണമാണ് നടന്നത് രാത്രി 12 മണിയാകുമ്പോ ദിക്കറ് അടക്കി വ്ളോഗ് ക്യാൻസലാക്കി അടക്കി നാളെ കിടത്തില്ല അടക്കി. നമ്മുടെ ചെക്കൻ്റെ കല്യാണമാണ്. ചെക്കൻ മേക്കപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. എന്താണ് ഈ നിമിഷത്തിൽ താങ്കൾ പറയാനുള്ളത്? പറയൂ. കുറച്ച് കഴിഞ്ഞ് പറഞ്ഞത് ഞാൻ. അല്ല ഇപ്പം പറയണോ? ഇപ്പൊ ഒന്നും പറയാൻ പറ്റൂല. എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയട്. അങ്ങനെ തന്നെയല്ലേ ആന്നല്ലേ. അപ്പോൾ ചെക്കനക്ക് അത്രയും പറയാനുള്ളതാണ്. നമ്മൾ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ താങ്കൾക്ക് എന്താ പറയാനുള്ളത്? അവൾക്കൊന്നും പറയാനില്ല. ഇനി അടുത്ത വയസ്സാലി എനിക്ക് പറയാനേ ഉള്ളൂ. എന്താ പറയൂ? നാളെ വീവിന്റെ കല്യാണം. അതാണ് അത് നമ്മൾ അടിച്ചങ്ങോട്ട് പൊളിക്കും. അടിച്ചു പൊളിക്കുന്ന പറഞ്ഞാൽ അമ്മമാര് പൊളിയായിരിക്കും. ചെക്കൻ മുൻസിപ്പൽ ബ്ലോഗിൽ വന്നിട്ടുണ്ട്. മിസ്സുണ്ട്. അപ്പോൾ വലുതാക്കി ഓനെ വലുതാക്കി. മുൻസിപ്പൽ എനിക്ക് എന്താ പറയാനുള്ളത്? താങ്കൾക്ക് എന്താണ് വീവിന്റെ കല്യാണത്തെ പറ്റി എന്താ ഒരു അഭിപ്രായം പറയാനുള്ളത്? അതെന്ന് പറഞ്ഞ വിളിച്ചിട്ടില്ലേ? അങ്ങനെ പറയലോ. എന്തെന്നാണ് പറയ്. ഞാനെന്താ സാലിയാ കല്യാണം വിളിക്കാതൊക്കെ? എടാ ഞങ്ങൾക്ക് ചായ അടിക്കാൻ പൈസ വേണം. പൈസ കിട്ടുണ്ടോ? ഒരു 1000 രൂപ. 1000 പറ്റുമോ? 1000 500. എടപ്പോ ചായക്ക് എത്ര? 250 ഉറുപ്പ്യ ചായക്ക്. ഒരു ചായക്ക്. അതല്ല അജി വീട് പൈസ വിടടോ മൂഷിഫേ. പൈസ കിട്ടി. നമുക്ക് ചായക്ക് വേണ്ടിട്ട് പൈസ ഇട്ടിട്ടുണ്ട്. മാഷാല്ലാ. അയ്യ മുഷിഫ ഒരു അക്കടി പറ്റിപ്പോയി. അതല്ല വേറെ പ്രശ്നമുണ്ട്. ജന്ത് പൊട്ടനാടോ. അടക്കി വ്ളോഗ് ക്യാൻസലാക്കി അടക്കി. നാളെ കിടത്തില്ല അടക്കി. അതല്ല കട്ടാക്കി. അല്ല ലാഭം എനിക്ക് പണി വരാനാണ്. കഴിഞ്ഞി. ലാസ്റ്റ് ഫിനിഷിങ്ങിലാണ്. എങ്ങനെ ഉറങ്ങ? ഇങ്ങനെ ആക്കണ്ട്. കമന്റില് അറിയിക്കട്ടാ. ഇങ്ങനെ ആക്കണം. കാക്കാന്റെ മുടി ചെറിയ പെട്ടെന്ന് പ്രശ്നമില്ല. പൗഡർ നിർത്താം. അപ്പം അങ്ങനെ ചെക്കനെ മാറ്റിക്കൽ തുടങ്ങിയിട്ടുണ്ട്. ജംഷാൻ അടിക്കുന്നു. കേട്ടോ തുറന്നു അവന് കൊടുത്തത് ഇതിങ്ങനെ ഇടക്കിടക്ക് ചെയ്യുന്നുണ്ട്. ജി ഇതെന്നാലും ചെയ്തല്ലോ കുറച്ച്. ഇത് വേറെ പടച്ചോനെ ആരാപ്പത്? വാപ്പ ആരാ ഒരുക്കണത്? ഇത് നോക്കിയാ എന്റെ മോനെ. ഇന്ന് അണ്ണൻ പൊളിക്കും. ഇന്ന് അണ്ണന്റെ ഡേ ആണ്. ആർക്ക് പോടാ? അനക്കെന്താ പറയുള്ളേ? ഇതാണ് നമ്മളെ ചെക്കൻ. നമ്മളതിന് എടാ കെട്ടണടാ. കെട്ടിയാൽ അഞ്ഞപ്പോ എങ്ങനെയാടാ വരച്ച വരയിൽ നിൽക്കുള്ളൂ. കെട്ടണടാ കെട്ടണം. അണ്ണനക്ക് എന്തോന്ന് പറയണ? പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്താണ് നമ്മളെ ചെക്കന്റെ സ്പെഷ്യൽ കല്യാണമാണ്. ആദ്യത്തെ അവസാനമായിട്ട് ഇവിടെയാണോ അവിടെയാണോ? ഇവിടെയാണ്. 2 വാക്കിൽ ബൗട്ടിന്റെ ഇതാ ഒതുങ്ങി പറയാൻ 2 വാക്കൊന്നും വേണ്ടാ. ഒറ്റ വാക്കതി ബൗട്ടി. ഇപ്പൊ നമ്മളെ വെൽക്കം ബാക്ക്. നമ്മളെ
തിളങ്ങുന്ന ഷർട്ടിട്ട് നമ്മളെ മുസ്താഖ് ഇവിടെ വന്നിട്ടുണ്ട്. താങ്കൾക്ക് എന്താണ് ഒരു 2 വാക്കൊന്നല്ല, ഒരു 100 വാക്ക് ചെയ്യ് പറഞ്ഞോ, കുഴപ്പമില്ല. നമ്മളെ ചെക്കനെ പറ്റി ഒരു 100 വാക്ക് പറഞ്ഞോ. നമ്മളെ ഇതിന്റെ കല്യാണാണ്, തങ്കപ്പെട്ട കല്യാണം. ഒരു കൈ കൊടുക്കണ്ടേ? ഈ എന്ത് ആളാണ് ഇങ്ങനെ ഫോർച്യൂണർ കൊണ്ടുവരുന്നുണ്ടോ? അടച്ച തമ്പുരാൻ കാണാൻ പറ്റുമോ? ഇതില് പറഞ്ഞ ലാസ്റ്റ് കല്യാണമല്ല ഇനി ആരൊക്കെ നമ്മളെ ചെക്കല്ലേ പടുവ നിൽക്കണത് അതാ ഒരു ഇതിന് വേഗം കെട്ടിക്കണം നമുക്ക്. നല്ല പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ നല്ല പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ ആരെങ്കിലും പൂരപ്പറമ്പാവും. ചോച്ചറയില് വരെ നമ്മള് ബോക്സ് വെക്കും. അത്രേ ഉള്ളൂ. നമ്മൾ ഒതുങ്ങി നിക്കൊന്നുമില്ല. മുടിയാളിച്ചില് വരെ ചിലപ്പോ നമ്മൾ എന്ത് ചെയ്യും? എല്ലാവർക്കും മണക്കാം. എല്ലാവർക്കും കല്യാണം എന്ന് പറഞ്ഞു 2 വധുവരന്മാർ തമ്മില് ഓരോ ജീവിത ദാമ്പത്യം മുന്നോട്ട് പോകുന്നതാണ് കല്യാണം എന്ന് പറഞ്ഞാൽ. അത് ആഷിഖ് മുഹമ്മദ് ഈന്റെ ഒരു അല്ല ഈ കല്യാണം എന്ന് പറഞ്ഞാല് ഒരു നല്ല വിവാഹ മംഗളാശംസകളാവട്ടെ. ആമീൻ. പരസ്പര സന്തോഷത്തോടു കൂടി ഒരു ഇങ്ങനെയായി ജീവിക്കട്ടെ. അതല്ല എനിക്ക് തോന്നുന്നത് എന്താ പറയുക, വൈഫിന് വരുന്ന നാശി എന്നും 3 മണിക്ക് തേജ് നിസ്കരിക്കലും കാക്കാന്റെ കൈ പിടിച്ച് പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അല്ലാതെ ഓനക്ക് ഒരിക്കലും ഇത്ര കൃത്യമായിട്ട് പറയാൻ കഴിയൂല. അല്ലാതെ ഒരിക്കലും കഴിയൂല. ഇതോള് കാണുകയാണെങ്കിൽ കമന്റ് ഇടുക, കമന്റ് അറിയുക എന്താണ് 3 മണിക്ക് എണീച്ചിട്ട്. ആകെ 10 ആളുള്ളൂ, അത് 10 ആളെന്നെ. ഈ കല്യാണത്തിന്റെ എല്ലാ ചുമതലയും ചുക്കാൻ മേൽനോട്ടം മാത്രമേ അവനുള്ളൂ. നമ്മളെ മഹലിന്റെ ഭാരവാഹി നമ്മളെ മഹലിന്റെ കൊടക്കാട് എന്താണ് കൊടക്കാട് അല്ലല്ല കൊടക്കാട് മേഖലയിലെ, അതായത് നമ്മളെ എല്ലാ നെടുന്തൂണായിട്ടുള്ള ജുനൈസ് വിസി, നമ്മൾ എന്ത് കാര്യം നമ്മളെ നാട്ടിലുള്ള എന്ത് കാര്യമായാലും A to Z എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ആദ്യം അറിയുന്ന ഒരു വ്യക്തിയാണ്. രാത്രി 12 ഒരു അറബിയിൽ ഒരു മെസ്സേജ് ആണ്ട് വരും. അത് ഇനിയിപ്പോ ഈ ജുനൈസിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താ വെച്ചാല് ആവശ്യമുള്ള കാര്യമാണ്. അല്ലല്ല, ജുനൈസിനെ പറ്റി പറയുകയാണെങ്കിൽ ആരെ കല്യാണമാണ് നടന്നത്? രാത്രി 12 മണിയാകുമ്പോ ദിക്റ് മംഗല്യത്തിലുള്ള ദിക്റ്. ജുനൈസ് അതിനെ പറ്റി അതൊരു ആവശ്യപ്പെട്ട കാര്യമാണ്. അത് അന്ന് ആ ടൈമിൽ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്ന് ചെയ്തിട്ട് കാര്യമില്ല. അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. നമ്മളെ നാടിന് വേണ്ട എല്ലാ നമ്മളെ കൊടക്കാടിന്റെ ഭാവി എടുക്കണ്ടോ? ഞാൻ ഒരു മെമ്പർ സ്ഥാനത്തേക്ക് അവനെ കൊണ്ടുപോകണേ. ആ കേറ്റിൽ കേട്ടിട്ടുണ്ട് ഞാൻ. അപ്പൊ അടുത്തൊരു 10 കൊല്ലം അല്ല 10 കൊല്ലം ഇൻഷാ അല്ലാഹ് കൊടക്കാടിന് വേണ്ടപ്പെട്ട ജുനൈസ് സാഹിബ്. അതിന് മുന്നേ നമുക്ക് ഫുഡ് ചെറുതായിട്ട് കഴിച്ചു. നാശിയാണ് ഓനൊരു കണ്ടന്റ് പറഞ്ഞേ. അതിനെ കാവിച്ച് വേട്ടണം. അല്ല അത് പറഞ്ഞ ജി പറ കല്യാണം എന്ന് പറഞ്ഞ ഒരു സുന്നത്തായ കാര്യമാണ്. അതെ അതന്നെ. അപ്പൊ ചില ആളുകൾക്ക് ഉണ്ടാവും ഒരു അഭിപ്രായം, എന്ത് കല്യാണം വെച്ച് കഴിഞ്ഞാൽ അറിയില്ല. ചിലർക്ക് തോന്നുന്നു കല്യാണം എന്ന് പറഞ്ഞത് കല്യാണം വെച്ച് കഴിഞ്ഞാൽ ആകെ നമ്മൾ പെട്ടെന്നുള്ള ഒരു തോന്നലുള്ള ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ അത് പെടലല്ല. നമ്മൾ ആ ലെവൽക്കാണ് അതിനെ കാണുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലൊരു. വൈഫിന്റെ പേരെന്താണ്? റാഷിദ. അത് ആ റാഷിദാന്റെ കൈവാണത്. ഏറ്റവും നല്ലൊരു കാര്യമാണ് ഈ കല്യാണത്തിനെ പറ്റിയിട്ട്. കല്യാണം എന്ന് പറഞ്ഞാൽ ഒരു പെടുന്ന ഒരു പരിപാടിയില്ല, ഒരു അനുഗ്രഹമാണ്. പക്ഷെ ഇനി ഒന്നിൽ കൂടുതൽ കെട്ടാനുള്ള ഭാഗ്യം കൊടുക്കട്ടെ. മറ്റേ നോക്കണ പറയുമ്പോ കണ്ടില്ല അല്ല ഇവന് കണ്ടില്ല. ചാനലിന്റെ പേരെന്താ? സിൻസാർ തുടങ്ങി കുടുങ്ങി. കല്യാണത്തിനോട് ഒരു താല്പര്യമില്ലാത്തൊരു വ്യക്തി. അപ്പൊ നമ്മളെ ലാസ്റ്റ് ആണ് വിവിന്റെ മേക്കപ്പിന്റെ ലാസ്റ്റ് സ്റ്റേജ് എത്തിയിട്ടുണ്ട്.
പിന്നെ എടാ നമുക്ക് മേക്കപ്പ് മാനോട് ചോദിക്കാം. ഇതെന്താ സാർ? ഇത് ഫൗണ്ടേഷൻ. ഫൗണ്ടേഷൻ ആണ്. കൂടുതൽ വിവരങ്ങൾ അറിയാം മുസ്താഖിന്റെ മൈക്ക് വഴി. മെയിനാണ് ജി അതിനൊരു മറുപടി കൊടുക്കണം കേട്ടോ, ഒരു കണ്ടന്റ് ഉണ്ടാക്കണം. ഓനെ ഇതിന്റെ റിവ്യൂ ചെന്നൈയിലാണ്, യൂട്യൂബിൽ നോക്കലുണ്ട്. യൂട്യൂബില്. ചെന്നൈയില് അണ്ണന്മാരെ ഇതുണ്ടടാ, എല്ലാരും വാങ്ങേ. അടുത്ത ഇനി ബാവനി വോട്ടിട്ട് കൊടുക്കണാ. ആ വോട്ടിട്ട് കൊടുക്കും. റെഡി ഫോർ ദ പീപ്പിൾ. അങ്ങനെ തന്നെ സാലിട്ട് കൊടുക്കേ. അല്ല, റെഡി ഫോർ ദ പീപ്പിൾ. സാലിട്ട് അടിപൊളിയായിട്ട് ഇട്ടു. ആടാ അടിപൊളിയാണ്. എല്ലാടും അതിനുള്ളിൽ ഷർട്ട് ഇട്ടാണ്ടോ, ഒരു ബ്ലാക്ക് ഷർട്ട്. ആ ഷർട്ടില്ലേ, ശശി എന്താണ് നിങ്ങൾ കാട്ടുന്നത്? ഈ ബാർ വോട്ടിട്ട് ഏൽപ്പിച്ചപ്പോഴേക്ക് തോന്നിയേ ആ ബ്ലാക്ക് ഷർട്ട് ഇട്ടിട്ടുള്ളത്. ബാർ വേഗം കെട്ടിച്ചിടാ കേട്ടാ, സീനാണ്. അടിപൊളിയല്ലേ? സെറ്റ് സെറ്റ് ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഉഷാറാണ്. ചിക്കൻ ഫ്രൈ അടിപൊളിയാ. ചിക്കൻ ജ്യൂസി തന്നെയോ? ഇതിന്റെ മുതലാളി സാലി. അനക്ക് എന്താണ് കല്യാണത്തിനോടുള്ള അഭിപ്രായം? കല്യാണം വെച്ചാ ഒന്നിനും ഒതുങ്ങാൻ പാടില്ല എന്നാണ്. പൈസ ഒന്നും സഹായിക്കുന്നില്ല. വലിയ മനുഷ്യൻ. വളരെ നല്ല അഭിപ്രായമാണ്. പള്ളേ പഴിച്ചിട്ട് ഒരു സാധനം തിന്നിട്ടില്ല. മന്തിയുണ്ട്, പിന്നെ നമ്മള് വേറെ കാക്ക പറഞ്ഞ ഏതൊരു ഫുഡാ? ആട് ബിരിയാണി. അത് ഫേവറേറ്റ് പോരെ. സെറ്റ്. ഒരു അഭിപ്രായം പറഞ്ഞ, ഒരു കല്യാണത്തിനെ പറ്റി ഒരു അഭിപ്രായം പറയാതെ ബ്ലോഗറാണ് ചെങ്ങ. ഒന്ന് പറയട്, എന്തെങ്കിലൊക്കെ ഒന്ന് പറയും. എന്താ പറയാ, ഞങ്ങളെ ചെക്കന്റെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട്? കോസ്റ്റ്യൂം എങ്ങനെയുണ്ട് അതൊന്ന് പറഞ്ഞു. കോസ്റ്റ്യൂമിനെ കുറിച്ച് ഒന്ന് പറഞ്ഞുകൂടെ നിങ്ങൾക്ക്? അല്ലെങ്കിൽ 4 തൊള്ളാക്കാണി കോസ്റ്റ്യൂം കണ്ടിട്ട് നിങ്ങൾക്ക് ഒന്നും പറയില്ല. കോസ്റ്റ്യൂം നോക്കണ്ട, പുതിയാപ്പിളിന്റെ കോസ്റ്റ്യൂം നമുക്ക് അറിയാൻ മതി. പ്രണയം, നിക്കാൻ കഴിഞ്ഞിട്ടുള്ള പ്രണയം. അല്ലടാ എന്താ പറയണ്ടേ? അതെന്താ പറയുക, ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഞാനൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടെ. വളരെയധികം ഹാപ്പിയാണ്. പറഞ്ഞത് ഹലോ. അപ്പോൾ ഓക്കെ, സെറ്റ്. എന്നാ